നമസ്കാരം. തനിക്കെതിരെ മോർഫ് ചെയ്ത വീഡിയോ ഉണ്ടെന്നല്ല, തലമാറ്റി തന്റെ തലയൊട്ടിച്ച് പോസ്റ്റർ ഉണ്ടെന്നാണ് താൻ പറഞ്ഞതെന്ന കെ ശൈലജയുടെ പ്രസ്താവന UDF പ്രചാരണായുധമാക്കി. അശ്ലീല വീഡിയോയുടെ നിർമ്മാണം വടകരയിലെ LDF സ്ഥാനാർത്ഥി തന്നെ നിഷേധിച്ച സ്ഥിതിക്ക് ഇത്രയും ദിവസം ആർക്ക് നേരെയാണ് രൂക്ഷമായ വ്യക്തിഹത്യ ഉണ്ടായതെന്ന് CPM സ്ഥാനാർത്ഥിയും തുറന്നു പറയണമെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. വീഡിയോയുടെ പേര് പറഞ്ഞ് തനിക്കും കൂടെയുള്ളവർക്കുമെതിരെ രൂക്ഷമായ ആക്രമണമാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പൊതുവിടങ്ങളിലും ഉണ്ടായത്. ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. അങ്ങനെയെങ്കിൽ ഇത്രയും ദിവസം തങ്ങൾക്കെതിരെ പോസ്റ്റ് ഇട്ടവരും നെടുകൻ പ്രസ്താവനകൾ എഴുതിയവരും തിരുത്താൻ തയ്യാറാവുമോ എന്നും സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാകുമോ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. വ്യക്തിഹത്യ നേരിട്ടത് ഞാനാണ്. വ്യക്തിഹത്യ മറ്റുള്ളവർക്കെതിരെ ആവാം, തനിക്കെതിരെ മാത്രം പാടില്ല എന്ന നിലപാട് ഒരു പൊതുപ്രവർത്തകയ്ക്ക് സ്വീകരിക്കാൻ കഴിയുമോ? KK രമയ്ക്കും രമ്യ ഹരിദാസിനും എതിരെയുണ്ടായ അസഭ്യവർഷങ്ങൾ തെളിവുകളോടെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ പിന്നീട് നിഷേധിക്കേണ്ട കാര്യങ്ങളല്ല ഉന്നയിച്ചത്. സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വെച്ചാണ് KK രമ പരാതി നൽകിയിട്ടുള്ളത്. രമ്യക്കെതിരെയുള്ള അസഭ്യവർഷം ഇപ്പോഴും പൊതുവിടത്തിൽ കാണാവുന്നതാണ്. മുൻ MLAയുടെ മകന്റെ ഉൾപ്പെടെ അസഭ്യത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നുണ്ടെന്നും ഷാഫി പറഞ്ഞു. KK രമ നടത്തിയ വാർത്താ സമ്മേളനം മുറിച്ച് പല രൂപത്തിൽ വികൃതമാക്കി എനിക്കും കൂടെയുള്ളവർക്ക് നേരെ പുതിയ വീഡിയോ ഇറക്കിയിരിക്കുന്നു. ഇവയ്ക്കെല്ലാമെതിരെ നടപടി സ്വീകരിക്കാൻ LDF സ്ഥാനാർത്ഥി കൂടെ നിൽക്കുമോ? എന്തുകൊണ്ടാണ് ഇവയൊന്നും തള്ളിപ്പറയാൻ സ്ഥാനാർത്ഥിയോ LDFോ തയ്യാറാകാത്തത്? അതൊരു ശരിയായ നിലപാടാണെന്ന് പറയാൻ കഴിയുമോ? എല്ലാവരോടും കരുതലും ചേർത്ത് നിർത്തലും എന്നൊക്കെയാണ് പുറത്ത് പറയുന്നതെങ്കിൽ ആ കരുതൽ തന്നോട് മാത്രമാണെന്ന് പറയാതെ പറയുകയല്ലേ സ്ഥാനാർത്ഥി ചെയ്യുന്നതെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കുറ്റ്യാടി മണ്ഡലത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. വടകരയിലെ സൈബർ ആക്രമണ പരാതിയിൽ വിശദീകരണവുമായി LDF സ്ഥാനാർത്ഥി KK ശൈലജ രംഗത്തെത്തിയിരുന്നു. മോർഫ് ചെയ്ത വീഡിയോ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലെന്നും മുഖം വെട്ടിയൊട്ടിച്ചുള്ള പോസ്റ്റർ പ്രചരിച്ചുവെന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെന്നും ശൈലജ വ്യക്തമാക്കിയിരുന്നു. വീഡിയോ നുണപ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ഞാൻ എന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പോസ്റ്ററിനെ കുറിച്ചാണ്. പോസ്റ്ററിൽ തലമാറ്റി എൻ്റെ തലയൊട്ടിച്ച് വികൃതമാക്കി പ്രചരിപ്പിക്കുന്നു. പല കുടുംബ ഗ്രൂപ്പുകളിലും ഇത്തരം പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ട്. ആരാണ് ഈ മനോരോഗികൾ? ഇതിനെല്ലാം പിന്നിൽ ഒരു സംഘമുണ്ട്. അതിനുവേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അവർ. ആ സംഘം തന്നെയാണ് ഇത് ചെയ്യുന്നത്. പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുവെന്നും ശൈലജ പറഞ്ഞിരുന്നു. ഇതിനിടെ KK ശൈലജ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ പ്രവാസി മലയാളി KM മിൻഹാജിനെ പ്രതിയാക്കിയായിരുന്നു മട്ടന്നൂർ പോലീസിന്റെ നടപടി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അശ്ലീല പോസ്റ്റിനെതിരെ ശൈലജ പോലീസിൽ പരാതി നൽകിയത്. ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്ത് മാനം ഇകഴ്ത്തി കാണിച്ചുവെന്നായിരുന്നു FIRലെ പരാമർശം. ഇയാൾക്കെതിരെ കലാപാഹനം നടത്തിയതിനുള്ള വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. നേരത്തെ ന്യൂമാഹി പോലീസ് ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തിരുന്നു. മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമിനെതിരെയായിരുന്നു ന്യൂമാഹി പോലീസ് കേസെടുത്തത്. ശൈലജയ്ക്കെതിരെ മങ്ങാട് സ്നേഹതീരം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയിലായിരുന്നു മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമിനെതിരെ പോലീസ് കേസെടുത്തത്. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രതികരിച്ച് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നേരത്തെ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അറിയാത്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ തന്റെ പേരിൽ ആരോപിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറഞ്ഞിരുന്നു. വ്യാജ ആരോപണങ്ങളാണ് LDF ഉന്നയിക്കുന്നത്. അത് മാധ്യമങ്ങൾ വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും പ്രചരിപ്പിക്കുന്നുണ്ട്. എൻ്റെ പേജിൽ നിന്ന് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഞാൻ പോസ്റ്റ് ഇട്ടു എന്നാണ് പറയുന്നത്. എൻ്റെ പേജ് ആർക്കും കയറി പരിശോധിക്കാം. ആക്ഷേപകരമായ ഒരു വാക്കെങ്കിലും ഇവർ കണ്ടെത്തി തരട്ടെ എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു.